കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എന്താ പറയുക, മലയാളത്തിൽ ഇങ്ങനത്തെ ക്യാരക്ടർ ഇതുവരെ അത് ഈ പടത്തിലായാലും ഭയങ്കരധികം സന്തോഷമുണ്ട്. ലോഡ് ക്രെഡിറ്റ് ഗോസ് ടു ഷായിക്ക, മാർട്ടിൻ ചേട്ടൻ, ചിത്തു ചേട്ടൻ, അവരുടെ ഒരു കൂട്ടായ്മയാണ്. റോബി ചേട്ടൻ സപ്പോർട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ കൂടെയുള്ള എൻറ്റയർ ഗ്യാങ്, ആ ഒരു കെമിസ്ട്രി ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പടം കണ്ടപ്പോൾ. നിങ്ങൾക്ക് എന്ത് തോന്നി പടം കണ്ടിട്ട്? ഏതാ? താങ്ക് യു സോ മച്ച്. ഇത്രയും പ്രതീക്ഷയില്ലല്ലേ? ഇനി കാണാൻ കിടക്കുന്നല്ലേ ഉള്ളൂ. ഏതാ ആണല്ലേ? അങ്ങനെ ആവട്ടെ. ഹോളിവുഡ് വില്ലന്മാരൊക്കെ ഒരുക്കുന്നായിരുന്നു. ഉണ്ടോ? താങ്ക് യു സോ മച്ച്. എനിക്ക് വേണ്ടി വന്നവരെല്ലാവരും സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സിനിമയിൽ സംസാരിക്കുന്നത്. അത് വളരെ വ്യക്തമായിട്ടും വളരെ എന്റർടൈനിങ് സിനിമയിൽ കാണിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിന് വലിയൊരു ഭാഗമാവാൻ പറ്റി. ഇത്രയും സ്ക്രീൻ സ്പേസ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. അതിന് ഓൾ താങ്ക്സ് ഗോസ് ടു ദ ക്രൂ. ഷാഹിക്ക, മാർട്ടിൻ ചേട്ടൻ, ജിത്തു ചേട്ടൻ, പിന്നെ അതിൻ്റെ ഓരോ കൺട്രോളേഴ്സ് ആയപ്പോലും എല്ലാവരോടും താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. സന്തോഷം. ഈ പറഞ്ഞ പോലെ ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്യാരക്ടറൊക്കെ പിടിച്ച് ചെയ്യുന്നത്. അത് ഇനി ഓഡിയൻസിൻ്റെ കയ്യിലാണ്. ഓഡിയൻസ് പറയട്ടെ. എനിക്ക് എന്തായാലും ഭയങ്കര പ്രേക്ഷകർക്കൊക്കെ ഇഷ്ടപ്പെടുന്നത് ഓഡിയൻസിനും അത് കണക്ട് ആവും എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് കഥ അറിയുന്നോണ്ട് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അതിൽ ഭയങ്കരധികം സന്തോഷമുണ്ട്. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ടല്ലോ. അപ്പോൾ ഐ തിങ്ക് ഇതൊരു പുതിയൊരു തുടക്കമാവട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. വളരെ ഹാപ്പി. താങ്ക് യു ബ്രോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഈ ഫസ്റ്റ് ഷോ കഴിയുന്നവരെ ഭയങ്കര ഒരു ടെൻഷനാണല്ലോ. അപ്പോൾ ഇത് കണ്ട് ഓഡിയൻസിന് റിയാക്ഷൻ അറിഞ്ഞപ്പോൾ ഭയങ്കര ഒരു റിലീഫും സന്തോഷവും ഒക്കെ ഉണ്ട്. ആണോ? അല്ല, അവരാരും ഇത് പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് ആദ്യമേ കേട്ട ഒരു കാര്യം. ബട്ട് ഐ തിങ്ക് ആ ഒരു സർപ്രൈസ് എലിമെൻറ്റ് ശരിക്കും വർക്ക് ആവും. പടത്തിന് ചിലപ്പോൾ ആ ഒരു ക്യാരക്ടറിന് ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും. ഐ തിങ്ക് ദാറ്റ്സ് ഗ്രേറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനത്തെ വില്ലൻ ക്യാരക്ടേഴ്സ് ചെയ്യാൻ. ഇപ്പോൾ ഇങ്ങനെ 2-3 കഥാപാത്രങ്ങളായിട്ട് ഇപ്പോൾ ഇങ്ങനെ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ബട്ട് ഇതൊരു സ്പെഷ്യൽ ക്യാരക്ടറാണ്. മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സാധനം എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. ഭയങ്കര സന്തോഷം. കുട്ടിയുടെ അത് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഇത് നടക്കും എന്ന് ആൾക്കാരെ കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവസരമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഭയങ്കര സന്തോഷം. എന്താ പറയുന്നറിയില്ല. എല്ലാവരും നല്ല റിവ്യൂസാണ് പറയുന്നത്. അതിപ്പോൾ കേട്ടിട്ട് ഐ എം റിയലി ഹാപ്പി. താങ്ക് യു. ഫസ്റ്റ് ടൈം തന്നെ ഇങ്ങനെ ഒരു നല്ലൊരു ക്യാരക്ടർ കിട്ടി. അതൊരു ഫസ്റ്റ് ടൈം തന്നെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള നല്ലൊരു ക്യാരക്ടർ കിട്ടി. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണോ അതോ? പിന്നല്ല, ഐ ഫീൽ ലൈക്ക് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു ജിത്തു സർ. എനിക്ക് വേണ്ടി കുറെ അടി ഉണ്ടാക്കിയിട്ടൊക്കെ എനിക്ക് റോൾ കിട്ടിയത്. സോ ലൈക്ക് ഹി റിയലി ബിലീവ് ഇൻ ദി ഡയറക്ടർ ആൻഡ് സോ ഐ എം ഹിയർ ടുഡേ ബിക്കോസ് ഓഫ് ഹിം. സോ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. താങ്ക് യു. ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. ചിലപ്പോൾ അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും. മാക്സിമം എന്നെ കഴിയുന്ന രീതിയിൽ നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് അത് ചെയ്യാൻ പറ്റിയതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ പറയേണ്ടത് എൻ്റെ കൂടെ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട് നിന്ന ജിനീഷ് ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൂടെ 2 വർഷം പുള്ളി ഫുൾ ടൈം നിന്നാണ്. അപ്പോൾ പുള്ളിയാണ് എനിക്ക് ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത്. പിന്നെ റോബി, ഷാഹി, അങ്ങനെ പാട്ടിൽ നമ്മുടെ ചമ്പൻ ചാക്കോ എടുത്തു പറയുന്നത്. ചമ്പൻ ചാക്കോയുടെ എഡിറ്റിംഗ് ഈ സിനിമയ്ക്ക് ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട്. റോബിയുടെ ക്യാമറ വർക്കാണെങ്കിലും അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഞാനിപ്പോൾ എണ്ണി പറയാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ ഇടയിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇത് പലതും. നമ്മൾ അധികം ചർച്ച ചെയ്യാത്ത സംഭവങ്ങളൊക്കെയാണല്ലോ ഡ്രഗ്സിൻ്റെ ഉപയോഗം. അല്ല, ഡ്രഗ്സിൻ്റെ ഉപയോഗം നമുക്ക് സമൂഹത്തിൽ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. നമുക്ക് ഡെയിലി പത്രത്തിൽ വായിച്ചിട്ടും അല്ലെങ്കിൽ ഡെയിലി നമ്മൾ ടി വിയിൽ ന്യൂസ് ചാനൽ കാണുമ്പം ഡെയിലി ഇപ്പോഴത്തെ പെൺകുട്ടി ആ ഡ്രഗ്സ് ഇപ്പോൾ ഡ്രഗ്സിൻ്റെ ഒരു പിടിക്കുമ്പം കൂടെ ഒരു പെൺകുട്ടിയുള്ളത് എപ്പോഴും നമ്മൾ അങ്ങനെയാണ് കാണുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഒന്ന് മോൾഡ് ചെയ്ത് രീതിയിലേക്ക് വന്നത്. ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞില്ല. അങ്ങനെയൊന്നും പറയാനല്ല, അങ്ങനെയൊന്നുമില്ല. ഓരോ സിനിമയും ഓരോ രീതിയിലാണ്.
അഞ്ചാം മതിര നമ്മളെക്കാട്ടി കഴിവ് തെളിയിച്ച് അത് സൂപ്പർ ഡൂപ്പർ ഹിറ്റായ സിനിമയാണ്. നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, നമ്മുടെ സിനിമ ആദ്യത്തെ ദിവസം കഴിഞ്ഞുള്ളൂ. അപ്പോൾ നമുക്ക് ഒരിക്കലും ഒന്നും പറയാൻ പറ്റത്തില്ല. ഹിറ്റാണോ എന്നാണ് പ്രാർത്ഥന. ഒരു നോക്കാം. അതെനിക്കറിയില്ല, ഇപ്പോൾ അതൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മളത് അങ്ങനെ പറയാനുള്ള ഒരു സ്റ്റേജിൽ അത് ഏത് ഇറങ്ങിയാലും അങ്ങനെ പറയാമല്ലോ. അങ്ങനെ ഒരു ചിന്ത തൽക്കാലം ഇപ്പോൾ ഇല്ല. ഈ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് ഭയങ്കര ഒരു കാര്യമായിരുന്നു. എനിക്ക് നായാട്ടും ഇലവിഴ പൂഞ്ചിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സിനിമകളാണ്. പിന്നെ ഞാൻ ഈ പടത്തിനെ പറ്റി ആദ്യം കേട്ടപ്പം ജിത്തു അഷ്റഫാണ് ഡയറക്റ്റ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ പുള്ളിയുടെ ഓൺ സ്ക്രീൻ പ്രസൻസും ഭയങ്കര ഇഷ്ടമുള്ളതാണ്. പുള്ളി ചെയ്തിട്ടുള്ള വർക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ നല്ല രസമായിരുന്നു പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാൻ, നല്ല രസമായിരുന്നു. പിന്നെ പുള്ളിക്ക് പെർഫോമൻസിന് ഭയങ്കര ഫോക്കസ് ഉണ്ട്. അപ്പോൾ എനിക്കൊന്നും അതിൻ്റെ റിസൾട്ട് കാണാനുള്ളൂ. ഇനി ബാക്കി എല്ലാവരും കണ്ടിട്ട് പറയും. ടെലിവിഷൻ സ്ക്രീനും മിനി സ്ക്രീനും തമ്മിലുള്ള വ്യത്യാസം അങ്ങനെ തോന്നുന്നു. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന എവിടെയാണ്? അയ്യോ അങ്ങനൊന്നുമില്ല. ഞാൻ ഒപ്പം കഴിഞ്ഞിട്ട് പിന്നെ ഒരു മലയാളം മൂവി, വലിയ മൂവി ഇതാ ചെയ്തിരിക്കുന്നത്. പിന്നെ അതിനെയാണ് ഞാൻ ഇപ്പം ടോപ്പ് സിംഗറിലായാലും ഞാൻ ആങ്കർ ചെയ്യുന്നത്. വേറെ ഷോ അങ്ങനെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് അതിനെപ്പറ്റി എനിക്ക് അത്ര അറിയില്ല. സിനിമയിൽ തന്നെ കരിയർ ഉദ്ദേശിക്കുന്നത്? അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ നല്ല ക്യാരക്ടേഴ്സ് വന്നാൽ അങ്ങനെ. അപ്പൊ എന്താ ആഗ്രഹം? അങ്ങനൊന്നും ആഗ്രഹിച്ചില്ല, പോകുന്ന പോലെ പോട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പൊ പഠിക്കാണോ? ഞാൻ ഡിഗ്രി ഏതാ കോഴ്സ്? ഡിഗ്രി ഞാൻ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഓക്കെ താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഹലോ,